ശ്രവണ നക്ഷത്രം, അതായത് തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല കേൾവി ശക്തിയാണ്. എന്ന് വെച്ചാൽ ദൂരത്തുനിന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നല്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമ കൂടുതലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ഷമ കൂടുതലാണ്. അതുപോലെ നിങ്ങളുടെ ആശയവിനിമയവും നന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടികളും നിങ്ങളെ ഭയങ്കരമായിട്ട് ആകർഷിക്കും. അതുമാത്രമല്ല, എല്ലാവർക്കും നിങ്ങളോടൊരു സ്നേഹം എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. കാരണം നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കും. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും. പക്ഷെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഒരു നൈസ് ഗൈ ആണ് എന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ടാവും. അതും കൊണ്ടും ചിലവർ നിങ്ങൾ സ്നേഹിക്കണ ഒരാൾ, നിങ്ങൾ സ്നേഹിക്കണ ഒരു ആണോ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണോ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി നിങ്ങളെ ഇട്ടിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ തിരുവോണത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണെങ്കിൽ ഒരാണ് നിങ്ങളെ എങ്ങനെ വേണിച്ചാലും സംരക്ഷിക്കും. ഒരാണെന്നല്ല, മിക്ക ആണുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് മെയ് മാസത്തിൽ ബന്ധത്തിൽ നല്ല പ്രശ്നങ്ങളുണ്ടാവും. എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് കലഹത്തിന് സമയം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക നിങ്ങൾക്ക് തെറ്റിയ ഒരു മാസമാണ് ആക്ച്വലി മെയ് മാസം. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാണ്ട് ഒരു സ്ട്രക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. പക്ഷെ ജൂണിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിലൊരു പുരോഗതി കാണും. കാരണം നിങ്ങൾക്ക് ക്ഷമയുണ്ട്, അവർ വരുന്നുള്ള ഒരു വിചാരം നിങ്ങൾക്കുണ്ട്. അതും കൊണ്ട് ഒരു സൂചനയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ജൂണിൽ കിട്ടാവുന്നതാണ്. അതുമാത്രമല്ല, സാമ്പത്തികവും നിങ്ങൾക്ക് ജൂണിൽ വരുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കരുണയും സൽസ്വഭാവിയും ഒക്കെയാണ്. മറ്റുള്ളവർക്ക് ഭയങ്കര ദയയുള്ളതും കൊണ്ട് ഇവർ പലപ്പോഴും തോറ്റു പോകാറുണ്ട്. ഈ ദയയുള്ളതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ അവസരം ജൂണിൽ എന്തായാലും തേടി വരികയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും കാമായിട്ടിരിക്കുക. നിങ്ങൾ എപ്പോഴും കാമായിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ ഇരിക്കുക. എന്തായാലും സക്സസ് ആവും. ഈ പുതിയ ഓപ്പർച്യൂണിറ്റി കൂടുതലും കിട്ടുന്നത് ജൂൺ 5-നും 9-നും ഇടയിലായിരിക്കും. അതുമാത്രമല്ല, റിലേഷൻഷിപ്പിൽ കുറച്ചൊരു അഴിച്ചുപണികൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഉണ്ടാവും. അതുകൊണ്ട് ജൂൺ 14-നും 18-നും ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ആവശ്യമാണ്. ജൂൺ 23-നും 27-നും ഇടയിൽ നിങ്ങൾ എന്തായാലും ശാന്തത തേടണം. ശാന്തമായിട്ടുള്ള സ്ഥലത്ത് പോകണം. ആരുമായിട്ട് ഹറിബറിക്ക് നിൽക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം.